കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ തെരുവുനായയുടെ ആക്രമണം 10ലധികം ആളുകളെ നായ കടിച്ചു. നായയുടെ കടിയേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ഇതെപ്പോഴാണ് സംഭവം? 10ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇവരുടെയൊക്കെ പരിക്ക് എങ്ങനെയാണ്? സ്മൃതി, ഇന്ന് രാവിലെ മുതലാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് 10ഓളം പേർക്ക് കടിയേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഈ പ്രദേശത്തു കൂടി, അതായത് വെള്ളിപ്പറമ്പിലെ ചിന്നൻ നായർ റോഡ് ഭാഗത്തു കൂടിയാണ് തെരുവുനായകളുടെ ആക്രമണം ഉണ്ടായത്. 1ലധികം തെരുവുനായകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കുഞ്ഞുങ്ങളെ അടക്കം, ചെറിയ കുട്ടികളെ അടക്കം തെരുവുനായ കടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. കുട്ടികളടക്കം, സ്കൂളിൽ പോകാത്ത കുട്ടികളടക്കം വീട്ടിന് മുൻപിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൊക്കെയാണ് തെരുവുനായ കടിച്ച ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കൂടാതെ വീട്ടിൽ മുന്നിൽ പണിയെടുക്കുകയായിരുന്ന, വീടിൻ്റെ മുറ്റത്തിൻ്റെ പണിയെടുക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയും തെരുവുനായ കടിച്ചിട്ടുണ്ട്. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എല്ലാവരും ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം തിരിച്ചു പോയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. എന്നാൽ ഈ ആക്രമണം വിതച്ച തെരുവുനായകളെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. തെരുവുനായ ശല്യം ഈ പ്രദേശത്ത് കുറച്ചു കാലമായി വളരെ രൂക്ഷമാണെന്നും ഉടൻ തന്നെ ഒരു കൃത്യമായ ഒരു പ്രതിവിധി ഇതിൽ ഉണ്ടാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം.